നമസ്കാരം, ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഡയസിന് മുമ്പിൽ നിൽക്കുന്നവർ ദയവേത് മാറണം. കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. സല്യൂട്ട് സ്വീകരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരാണ്. വർണ്ണസരളമായ വസ്ത്രവിധാനങ്ങളോടും ചടുലതാളത്തോടും ഈ ഡയസിന് കടന്നു പോകുന്നത് കാർമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരത്തെ പ്രസ്ഥാനം ചെയ്ത പ്ലാന്റ്. ലഹരി വിമുക്ത കേരളം, ലഹരി വിമുക്ത കായിക രംഗം, അതാണ് ഡയസിന് മുന്നിലൂടെ നോ ടു ഡ്രഗ്സ്. ഒരു രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന യുവതയെ കാർന്നു തിന്നുന്ന രാസലഹരിയല്ല, മറിച്ച് ക്രിയാത്മക ചിന്തകളെ ഉദ്ദീപിക്കുന്ന, ശാരീരിക വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന കായിക ലഹരിയാണ് പരമപ്രധാനമെന്ന് ലോകത്തോട് വിളിച്ചോതുന്ന പ്ലക്കാർഡുകളുമേന്തി കായിക താരങ്ങൾ. നോ ടു ഡ്രഗ്സ്. സ്കൗട്ട് ആൻഡ് ഗൈഡ് അവരാണ് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ സ്കൂളുകളിലെ പ്രധാനം ചെയ്ത സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കേഡറ്റുകളാണ് ഡയസിന് പ്രധാനം ചെയ്യുന്നത്. തുടർന്ന് GGHSS കോട്ടൺ ഹില്ലിൽ നിന്ന് SPC കേഡറ്റ്സ് ആണ്. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരത്ത് പ്രദാനം ചെയ്ത കേഡറ്റുകൾ. തൊട്ടുപുറകിലായി GG ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടൺ ഹില്ലിലെ SPC കേഡറ്റുകൾ. തുടർന്ന് SMV ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകൾ ഡയസിന്റെ മുന്നിലൂടെ കടന്നുപോകുന്നു. അതിനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സല്യൂട്ട് സ്വീകരിക്കുന്നു. തുടർന്ന് GGHSS കോട്ടൺ ഹില്ലിലെ NCC കേഡറ്റ്സ്, തൊട്ടുപിന്നിൽ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടത്തെ പ്രതിനിധാനം ചെയ്ത NCC കേഡറ്റുകൾ. കേരളത്തിന്റെ പ്രിയങ്കരനായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി അദ്ദേഹമാണ് ഈ ഒളിമ്പിക് മാതൃകയിലുള്ള ഈ കായിക മാമാങ്കത്തിന്റെ സൂത്രധാരകൻ. ഒന്നാമത് എഡിഷൻ എറണാകുളത്താണെങ്കിൽ രണ്ടാമത് എഡിഷൻ തിരുവനന്തപുരം, തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിന്റെ ആരംഭിക്കുകയാണ് നാളെ മുതൽ. സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാലാഞ്ചിറയിലെ NCC കേഡറ്റുകൾക്ക് തൊട്ടുപിറകിൽ GVHSS വട്ടിയൂർക്കാവിനെ പ്രതിനിധാനം ചെയ്ത NSS വോളണ്ടിയർ. തുടർന്ന് വർണ്ണസബളമായ മാർച്ച് പാസ്റ്റ് നയിച്ചുകൊണ്ട് നിർമ്മല ഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാൻഡ് ഗ്രൂപ്പ്. ഈ കായിക മാമാങ്കത്തിൽ നിന്നത് മറ്റാരുമല്ല, മത്സരാർത്ഥികളാണ്. ഈ മത്സരാർത്ഥികളുടെ മാർച്ച് പാസ്റ്റാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നെത്തിയ വിവിധ കുട്ടികൾ, ഇൻക്ലൂസീവ് സ്പോർട്സിൽ പങ്കെടുക്കുന്ന താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതാ ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ഫുട്ബോളർ ശ്രീ IM വിജയൻ അവർകളും ഉണ്ട്. ഒപ്പം തന്നെ നിയമസഭാ സാമാജികർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ എല്ലാവരും ചേർന്ന് ഇതാ ഈ സല്യൂട്ട് സ്വീകരിക്കുന്നു. ഈ മാർച്ച് പാസിന്റെ അടുത്തതായി ടീം എറണാകുളം കൂടി കടന്നു പോകുന്നു. ടീം എറണാകുളം കഴിഞ്ഞ വർഷം ഒളിമ്പിക്സ് മാതൃകയിലുള്ള ആദ്യത്തെ കായിക മാമാങ്കം നടന്നത് എറണാകുളം ജില്ലയിലാണ്. ഇത് രണ്ടാമത് എഡിഷനാണ്. അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായിക മേളയുടെ ഭിന്നശേഷി കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികളാണ്. ടീം ഇടുക്കി
അതുകൊണ്ട് നിൽക്കുന്നവർക്ക് ഈ നമ്മുടെ ഭിന്നശേഷി കുട്ടികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. നാളെ അവരുടെ സ്പോർട്സ് ആണ് ഇവിടെ നടക്കുന്നത്. താങ്ക് യു. അടുത്തതായി കണ്ണൂർ കടന്നു വരുന്ന ടീം കണ്ണൂർ. കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ചുള്ള മത്സരാർത്ഥികളാണ് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻക്ലൂസീവ് സ്പോർട്സ് താരങ്ങളാണ് ഏറ്റവും മുന്നിലുള്ളത്. 67ാമത് സംസ്ഥാന സ്കൂൾ കായിക മാമാങ്കത്തോട് മുന്നോടിയായി നടത്തപ്പെടുന്ന വർണ്ണസഫലമായി മാർച്ച് പാസ്റ്റ് കാണുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും ഒരു പ്രത്യേക അഭ്യർത്ഥന. ഇൻക്ലൂസീവ് സ്പോർട്സിൽ പങ്കെടുക്കേണ്ട കായിക താരങ്ങൾ ഉൾപ്പെടുന്ന മാർച്ച് പാസ്റ്റാണ്. നിറ കയ്യടികളോടുകൂടി അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. അതവർക്ക് ഒരു പ്രോത്സാഹനമാകട്ടെ. ഈ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന കാണികൾ മുഴുവൻ കരഘോഷത്തോടു കൂടി കായിക താരങ്ങളെ സ്വാഗതം ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അടുത്തതായി ഈ ഡയസിനുള്ളിൽ കൂടി കടന്നു വരുന്നത് ടീം കാസർഗോഡ്. സല്യൂട്ട് സ്വീകരിക്കുന്നത് കേരളത്തിന്റെ പ്രിയങ്കരനായ ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അവർകളാണ്. കാസർഗോഡ് നിന്നുള്ള കുട്ടികളാണ് ഇപ്പോൾ ഈ ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വടക്കേറ്റത്തുള്ള കാസർഗോഡ് മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലയിൽ നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടെ UAE-യിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികളും ഈ മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. പതിനാല് ജില്ലകൾ, വിദേശത്തു നിന്നുള്ള ടീമുകൾ അണിനിരക്കുന്ന 67ാമത് സംസ്ഥാന സ്കൂൾ കായിക മത്സരത്തിന്റെ പോകുന്നത് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലെ കായിക താരങ്ങൾ കൊല്ലം ജില്ലയിലെ ഇൻക്ലൂസീവ് സ്പോർട്സ് അതിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളാണ് ഏറ്റവും മുന്നിലൂടെ കടന്നു പോകുന്നത്. വേദിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി അവർകൾ, അദ്ദേഹത്തോടൊപ്പം കേരളത്തിന്റെ പ്രിയങ്കരനായ ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, നിയമസഭാ സാമാജികരായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീ CK ഹരീന്ദ്രൻ സർ, ശ്രീ അഡ്വക്കേറ്റ് ആന്റണി രാജു അവർകൾ എന്നിവരോടൊപ്പം ഇന്റർനാഷണൽ താരങ്ങളായ ഇന്ത്യയുടെ പ്രിയങ്കരനായ മുൻകാല ബോക്സിംഗ് ചാമ്പ്യൻ, വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻ ശ്രീമതി KC ലേഖ, ശ്രീമതി KM മീനമോൾ, ഇന്ത്യൻ ഇന്റർനാഷണൽ അത്ലറ്റ്, അർജുന അവാർഡ് ജേതാവും മുൻ സ്പോർട്സ് കൗൺസിലിന്റെ അമരക്കാരിയുമായിരുന്ന പത്മിനി തോമസ് മുതലായ എല്ലാവരും ഈ ഡയസിലുണ്ട്. ഡോക്ടർ വാസിക് മാഡമുണ്ട്, എഡ്യൂക്കേഷൻ സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുനീഷ്. എല്ലാവരും ഈ കുട്ടികളെ നേരിട്ട് കണ്ട് ഈ ഒളിമ്പിക്സ് മാതൃകയിലുള്ള ഈ മേളയ്ക്ക് ആശംസ അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡയസിന് മുന്നിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത് ഹോളി ഏഞ്ചൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനം ചെയ്തതിന്റെ ബാൻഡ്രോ.
വർണ്ണശബളമായ വസ്ത്രവിധാനങ്ങളും ചടുലതാളത്തോടും വേദിയുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് ഹോളി ഏഞ്ചൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ. തുടർന്ന് കോട്ടയം ജില്ലയെ പ്രധാനം ചെയ്ത കായിക താരങ്ങൾ കോട്ടയം ജില്ലയുടെ ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ്. പിന്നെ ഡയസിലുള്ള പ്രധാനി ഈ മേളയിലെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഉമേഷ് സാറാണ്. കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ അവർക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 80കളിലും 90കളിലും കായിക കേരളത്തിനെ അന്തർദേശീയ കായിക ഭൂപടത്തിൽ രേഖപ്പെടുത്തിയ ഒരുപിടി കായിക താരങ്ങൾ അണിനിരക്കുന്ന പ്രധാന വേദി. വിശിഷ്ട അതിഥികളോടൊപ്പം അവരും 67ാമത് സംസ്ഥാന സ്കൂൾ കായിക മത്സരത്തിന് മുന്നോടിയായുള്ള ഈ മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കുമ്പോൾ ഇതിന് ഏറെ മിഴിവേകുകയാണ്. വേദിയുടെ മുന്നിലൂടെ അടുത്തതായി കടന്നു പോകുന്നത് കോഴിക്കോട് ജില്ലയെ പ്രധാനം ചെയ്ത ഇൻക്ലൂസീവ് കായിക താരങ്ങളും മറ്റ് ടീം അംഗങ്ങളും. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ സാറ് സല്യൂട്ട് സ്വീകരിക്കും ഈ അത്ലറ്റ്സിന്റെ. താങ്ക് യു സർ. നമ്മുടെ കായിക കേരളത്തിന്റെ മുതൽക്കൂട്ടാണ് നമ്മുടെയൊക്കെ മുന്നിൽ കൂടി കടന്നു പോകുന്നത്. ഭാവിയില് ഇന്ത്യൻ താരങ്ങളായി മാറേണ്ട കായിക പ്രതിഭകളാണ് ഇതാ ഈ സിന്തറ്റിക് ട്രാക്കിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് എത്തിച്ചേർന്ന മത്സരാർത്ഥികളാണ് ഡയസിന് മുന്നിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീമതി പത്മിനിയും ബീനമോളും ലേഖയും എല്ലാം തകർത്താടിയ വേദികളിൽ അവർക്ക് പിൻഗാമികളായി വളർന്നു വരേണ്ട കായിക താരങ്ങൾ. ഇപ്പോൾ സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ബാലഗോപാൽ സാറാണ്. അടുത്തതായി കടന്നു വരുന്നത് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ നിന്നെത്തിയ കായിക താരങ്ങളാണ് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സല്യൂട്ട് സ്വീകരിക്കുന്നത് ബാലഗോപാൽ സാറാണ്, കേരളത്തിന്റെ പ്രിയങ്കരനായ ധനകാര്യമന്ത്രി. ആടിയും പാടിയും ആരോഗ്യകരമായ മത്സരങ്ങളിൽ പങ്കെടുത്തും ജീവിതത്തില് ഏറ്റവും മധുരതരമായ ദിനങ്ങളാക്കുവാൻ വിവിധ ജില്ലകളെ പ്രധാനം ചെയ്ത് ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള ഇൻക്ലൂസീവ് സ്പോർട്സ് കായിക താരങ്ങൾ ഉൾപ്പെടുന്ന ഈ കായിക കൂട്ടായ്മയെ അനന്തപുരിയുടെ മണ്ണിലേക്ക് നിറ കയ്യടിയോടെ നമുക്ക് ഏവർക്കും സ്വാഗതം ചെയ്യാം. ഒരിക്കൽ കൂടി കടന്നു വരുന്ന കായിക താരങ്ങൾക്ക് പ്രോത്സാഹനം എന്നോണം ഈ ഡയസിൽ കൂടിയിരിക്കുന്ന മുടിക്ക് മുന്നിലൂടെ അടുത്തതായി കടന്നു വരുന്നത് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടത്തെ പ്രതിനിധാനം ചെയ്ത ബാൻഡ് ഗ്രൂപ്പാണ്. ജില്ലയിൽ നിന്നെത്തിയ വിവിധ മത്സരാർത്ഥികൾ.
നാളെ നടക്കുന്ന ഇൻക്ലൂസീവ് സ്പോർട്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾ പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ചുള്ള കായിക താരങ്ങളാണ് ഇതാ ഈ വേദിയുടെ മുന്നിലൂടി കടന്നു പോകുന്നത്. ഈ ട്രാക്കിലേക്ക് കടന്നിരിക്കുന്നവർ ദയവീത് കുറച്ചുകൂടെ ബാക്കിലോട്ട് നിൽക്കണം. ദയവീത് കുറച്ചുകൂടെ ബാക്കിലോട്ട് നിൽക്കുക. നമ്മുടെ ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികൾ ഡയസിലുണ്ട്. നിങ്ങളവർക്ക് മറഞ്ഞു നിൽക്കുകയാണ്. ദയവീത് ഇൻക്ലൂസീവ് കായിക താരങ്ങൾ നേതൃത്വം നൽകുന്ന പത്തനംതിട്ടയുടെ ജില്ലാ ടീമാണ് ഈ ഡയസിനുകളിലൂടെ കടന്നു വരുന്നത്. ടീം പത്തനംതിട്ട. പത്തനംതിട്ടയിൽ നിന്നെത്തിയിട്ടുള്ള ഇൻക്ലൂസീവ് സ്പോർട്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ള കായിക താരങ്ങളാണ് ഇതാ വേദിയിലൂടെ തങ്കൂന്റെ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വെറും ടീമല്ല, മഞ്ഞപ്പടയാണ് പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ പെയ്തിറങ്ങിയിരിക്കുന്ന അനന്തപുരിയുടെ മണ്ണിലേക്ക്. പത്തനംതിട്ടയുടെ പ്രഗത്ഭരായിട്ടുള്ള കായിക താരങ്ങളാണ് ഡയസിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. തങ്കു പത്തനംതിട്ടക്കാരോടൊപ്പം തിമിർത്താടുകയാണ്. മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് നേരെ സാക്ഷ്യം വഹിക്കുന്നത്. അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായിക മാമാങ്കത്തിന്റെ ഭാഗ്യചിഹ്നമാണ് തങ്കു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ അവർകളാണ് ഇപ്പോൾ കായിക മത്സരാർത്ഥികളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നത്. വേദിയിലൂടെ അടുത്തതായി കേരളത്തിന്റെ സാംസ്കാരിക നഗരം തൃശൂർ. കലാവൈവിധ്യങ്ങളുടെ കായിക വൈവിധ്യങ്ങളുടെ നഗരമായ തൃശൂർ. സ്വർണവർണ്ണമണിഞ്ഞ് തൃശൂർ ജില്ലയിൽ നിന്നെത്തിയിട്ടുള്ള കായിക താരങ്ങൾ ഇതാ ചുവട് വച്ച് ഡയസിന് മുന്നിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വേദിയുടെ മുന്നിലൂടെ കടന്നു പോകുന്ന അടുത്ത ബാൻഡ് സെന്റ് തോമസ് പൂന്തുറ. ഈ സ്കൂളിനെ പ്രധാനം ചെയ്ത് തൊട്ടു പിന്നിലായി വയനാട്. വയനാടിൽ നിന്നെത്തിയിട്ടുള്ള മത്സരാർത്ഥികളാണ് ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദുരന്തത്തിനും തങ്ങളെ തളർത്താൻ കഴിയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി പ്രകൃതിക്ക് നന്നായി ഇണങ്ങുന്ന പച്ചയണിഞ്ഞ് വയനാടിന്റെ ഹരിതാഭയിൽ നിന്ന് തിരുവനന്തപുരത്തിന്റെ ഹൃദയത്തിലേക്ക് പറന്നെത്തുകയാണ് വയനാടിലെ കായിക താരങ്ങൾ.
ബഹുമാനപ്പെട്ട നിയമസഭാ സാമാജികൻ ശ്രീ വിൻസെന്റ് സാർ നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം അരുളുന്നു. മറ്റൊരു ചരിത്രം എഴുതി കുറിച്ച എറണാകുളം ജില്ല വെച്ച് നടന്ന ഒളിമ്പിക്സ് മാതൃകയിലുള്ള കായിക മത്സരത്തിൽ ആദ്യം പങ്കെടുത്ത് അവർക്ക് വേണ്ടി അവരുടെ മുഴുവൻ കാര്യങ്ങളും നോക്കി നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളാണ്. നമ്മുടെ ഗൾഫ് മേഖലയിൽ നിന്ന് എത്തിയിട്ടുള്ള UAE റീജിയനാണ് ഇതാ ഈ ഡയസിന് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആതിഥേയരായ തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരത്തിന്റെ മേയറുടെ മുഖത്തൊരു ചിരിയുണ്ട്. നമ്മുടെ ആതിഥേയ ജില്ല കടന്നു പോകുമ്പോൾ കേരളത്തിന്റെ മുൻ സ്പീക്കർ, കേരളത്തിന്റെ മുൻ സ്പോർട്സ് മന്ത്രി ശ്രീ M വിജയകുമാർ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഹൃദയപൂർവ്വം വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത വോളിബോൾ താരം ജയ്സമ്മ മുഖേടൻ അവർകളും എത്തിച്ചേർന്നിട്ടുണ്ട്. മാഡത്തിനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.